ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 249. നമ്മൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 3ാമത്തെ മന്ത്രമാണ്. 3ാമത്തെ മന്ത്രത്തിൽ നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന ആർക്കാണ് അതിനുള്ള യോഗ്യതയുള്ളത്. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ലയിക്കുക. അപ്പോഴാണ് ബ്രഹ്മം എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഉറക്കത്തിലെ സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാഠനിദ്രയിലെ സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്താ പറഞ്ഞു തരാൻ പറ്റും? നമ്മൾ പറയുന്നില്ലേ, ഇന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. എന്താണ് ആ സുഖം എന്ന് ചോദിച്ചാൽ, ഉറക്കത്തിൽ എന്താണ് സുഖം? ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നു. അതെങ്ങനെയാണ് സുഖമാവുക? ഇപ്പം സുഖം എന്ന് പറയുന്നത് ചുമ്മാ ഇരിക്കുന്നതാണോ? അപ്പം അതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന ആ പോക്കിനെയാണ് ഇവിടെ ചുരുക്കി വർണ്ണിക്കാൻ പോകുന്നത്. അത് പല ഘടകങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 3 പറയുന്ന ഈശ്വരോപാസകർ, അങ്ങനെ ഈശ്വരനെ ഉപാസിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് നീങ്ങുന്നവർ ദേവയാന മാർഗത്തിൽ കൂടി. എന്താണ് ദേവയാന മാർഗം? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദേവതകളാണ്. ഈ ദേവതകളെയെല്ലാം മറികടന്നുകൊണ്ട് വേണം നമ്മൾ പ്രപഞ്ചത്തെ ത്യജിക്കുവാൻ. നമുക്കിപ്പോൾ തിരുവനന്തപുരം ത്യജിക്കണം എന്ന് വെച്ചോളൂ. ഞാൻ തിരുവനന്തപുരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണം? ഈ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ഇപ്പോൾ ആനയറയാണെങ്കിൽ ആനയറന്ന് പോയി, പിന്നെ ആറ്റിങ്ങലെത്തി, ആറ്റിങ്ങലിനെ ത്യജിച്ച് അങ്ങനെ പോകണം. എന്നാലേ തിരുവനന്തപുരം കടക്കാൻ പറ്റുള്ളൂ. അതുപോലെ ദേവയാന മാർഗത്തിലോട്ട് എല്ലാ ദേവതകളെയും, നമ്മളെ സഹായിക്കുന്ന ദേവതകളെയെല്ലാം ത്യജിച്ചുകൊണ്ട് വേണം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, സന്യാസത്തിൽ വേർത്തിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആദ്യം എല്ലാം വിട്ടെറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം, എന്നിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ശേഷം പിന്നെ ഭക്ഷണം അഗ്നി ഉപയോഗിച്ച് പാകം ചെയ്യാൻ പാടില്ല. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ എടുത്ത് തിന്നുക എന്നല്ലാതെ പാചക പരിപാടി, എന്തെങ്കിലും ഉണ്ടാക്കുന്ന പരിപാടി, എന്തെങ്കിലും യജ്ഞം ചെയ്യുന്ന പരിപാടി നിർത്തുക. അപ്പം അഗ്നിയെ മറികടന്നുകൊണ്ടാണ് പോകേണ്ടത്. ഒന്നും പാകം ചെയ്യാതെ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഭക്ഷിക്കുക. അപ്പോൾ അഗ്നിയെ നമ്മൾ ത്യജിക്കുകയാണ്. അപ്പം ആദ്യം അഗ്നിലോകത്തെ ത്യജിച്ചുകൊണ്ട് വായുലോകത്തിലേക്ക് കടക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന അത് തന്നെയാണ് അഗ്നി. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നട്ടലിലോട്ട് ചിന്തിച്ചാൽ, കുണ്ടലിനിയുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ, ഈ ദഹന പ്രക്രിയയെല്ലാം അടിഭാഗത്താണ്. കുണ്ടലിയുടെ അടിയിലുള്ള നാഡികളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം കുണ്ടലിനി ഉയരുമ്പോൾ നമ്മളുടെ ദഹന പ്രക്രിയകൾ അതാണ് ആദ്യം നിശ്ചലമാകുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഭക്ഷണത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരീരം, ഹാർട്ട് ഫങ്ഷൻ ചെയ്യേണ്ട സാധനം എന്തെങ്കിലും മതി. ആ തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുകയാണ്. പുറത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പാചകം എല്ലാം നിർത്തുകയാണ്. അതുകൊണ്ട് ഇനി പാചകം നിർത്തുക മാത്രമല്ല, ഒരു കർമ്മവും ചെയ്യാൻ പോകുന്നില്ല. കർമ്മങ്ങളും ഉപേക്ഷിക്കുകയാണ്. കർമ്മം ചെയ്യാനാണ് ഊർജ്ജം ആവശ്യമുള്ളത്. അപ്പോൾ അഗ്നി ലോകം കടന്നിട്ട് വായു ലോകത്തിലേക്ക് കിടക്കും. അപ്പം നട്ടലിൽ നിന്ന് മുകളിലേക്ക് കിടക്കും. വായു എന്ന് പറയുന്നത് നമ്മുടെ നാഡികളിലൂടെ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട 5 വായുക്കളുണ്ട്. അതാണ് യോഗികൾ പിന്നെ ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്.
നമ്മൾ വായുപ്രവാഹത്തെ നിയന്ത്രിക്കണം. വായുവിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. നമ്മളെ പരിധിയിൽ ശ്വാസഗതിയെ അല്ലെങ്കിൽ നമ്മളെ നാഡികളിലൂടെ പ്രവഹിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെ, നാഡികളെയെല്ലാം നിർവീര്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വായു ലോകം കിടക്കണം. അത് തന്നെയാണ് ആദ്യം സന്യാസത്തിലേക്ക് പോകുന്നവരെ എല്ലാ കുടുംബയിലും ഉപേക്ഷിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന പരിപാടികൾ കലയിലെടുത്തിട്ട് ദൂരെ കളയണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് കിട്ടുന്നത് മാത്രമേ വീട് കിട്ടുന്നത്, അല്ലാതെ പാചകം ചെയ്യാൻ പാടില്ല. പിന്നെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യണം. അങ്ങനെ വായുവിനെ കീഴടക്കിയ വായു ലോകത്തെയും കടന്നു കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നടുവിൽ വായു നമ്മളെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്കെല്ലാം അത് വരുന്നത്, ഹൃദയത്തിൻ്റെ അടുത്തേക്കെല്ലാം വരുന്നത്. പിന്നെ സൂര്യലോകം എന്ന് പറയുമ്പോൾ നമ്മളെ നാഡികളിലൂടെ വായുവിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ നാഡികളിലൂടെയാണ് ഇട പിങ്കള എന്നിവയിൽ കൂടി സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 നാഡികളുണ്ട്. ഒന്നിലൂടെ സൂര്യനും ഒന്നിലൂടെ ചന്ദ്രനും സഞ്ചരിക്കുകയാണ്. നാഡികളിലൂടെ തന്നെയാണ് നമ്മൾ കുണ്ടലിനിനെ ഉയർത്തുമ്പോൾ ആ സൂര്യനെ ആദ്യം കീഴടക്കും. പിന്നെ സൂര്യനെ പോലെയുള്ള ഗ്രഹങ്ങൾക്കൊന്നും നമ്മുടെ ശരീരത്തിൽ കൺട്രോളില്ല. അതായത് കാലത്തിനനുസരിച്ചല്ല പിന്നെ നമ്മൾ പോകുന്നത്. ബാഹ്യമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കാലത്തിനോ ഗ്രഹങ്ങൾക്കോ ഒന്നും നമ്മളിൽ സ്വാധീനമില്ല. അങ്ങനെ ആയവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ജോലി ബാക്കിയുണ്ടെങ്കിൽ സൂര്യനും ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ജോലി ചെയ്യിപ്പിക്കും. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം തീർന്നവർക്കാണ് ഇത് സ്ഥാപിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗ്രഹങ്ങളൊന്നും ഇനി ഇവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സൂര്യനും വെച്ച് കെട്ടി മതിയാക്കും. അപ്പോൾ സൂര്യലോകവും കടന്ന് പിന്നെ വരുണലോകം എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ, മറ്റുള്ള മരുത്തുക്കളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ള ഓർബിറ്റുകളിലുള്ളതെല്ലാ ഗ്രഹങ്ങളും. വരുണെന്ന് എന്ന് പറയുമ്പോൾ സൂര്യന് ചുറ്റും കുറേ ഓർബിറ്റുകളിലെ ഗ്രഹങ്ങളുണ്ട്. അതിനെയെല്ലാം കീഴടക്കുന്നു. പിന്നെ ഈ ഓർബിറ്റുകൾക്കൊന്നും നമ്മുടെ ശരീരത്തിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ എവിടെ എത്തി? മുകളിലേക്ക്, കുണ്ടലിനിയുടെ മുകളിലേക്കും എത്തും. സ്വഭാവം വെച്ച് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അങ്ങ് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ദ്രലോകത്തെയും ഭേദിക്കും. ഇന്ദ്രലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിച്ച് തരുന്ന ശക്തിയാണ് ഇന്ദ്രൻ. നമുക്കറിയാലോ, അഗ്നിയും ഇന്ദ്രനും വേദങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇന്ദ്രനെ പിടിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അഗ്നിയും ഊർജവും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട് ഇന്ദ്രൻ. ആ ഇന്ദ്രനും കൂടിയിട്ടാണ് നമ്മളെ കർമ്മങ്ങളെ പൂർത്തീകരിച്ച് തരുന്നത്. നമ്മൾ അരിയിനെ ചോറാക്കുമ്പോൾ അരിയും വെള്ളവും ഇന്ദ്രനും അഗ്നിക്കും കൊടുക്കുകയാണ്. ഇന്ദ്രനും അഗ്നിയും കൂടി അതിനെ അരിയിൽ മാറ്റങ്ങൾ, ഇൻറ്റേർണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടാണ് ചോറാക്കി തരുന്നത്. ഏത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന മേസ്ത്രിയാണ് ഇന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ദ്രനെയും മറികടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം നമുക്ക് ഇന്ദ്രൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ദ്രനെന്തിനാണ്? നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, എല്ലാം മതിയാക്കി. അഗ്നി ഉപയോഗിക്കുന്നില്ല. അഗ്നി ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ വലിയ ഇന്ദ്രൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം അങ്ങ് പ്രോസസ് ചെയ്ത് പോകുമ്പോൾ ഇന്ദ്രനെയും നമ്മൾ കളഞ്ഞ് നമുക്ക് ഇനി ഇന്ദ്രനൊന്നും നമ്മളെ കാര്യത്തിൽ ഒരു ഇടപെടില്ല. ഒരു ഗ്രഹവും നമ്മളെ കാര്യത്തിൽ ഇടപെടില്ല. അങ്ങനെ നമ്മൾ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജാപതിയാണല്ലോ എല്ലാത്തിൻ്റെയും തലവൻ. ദക്ഷ പ്രജാപതി എന്നെല്ലാം പറഞ്ഞാൽ ആറ്റങ്ങളിലൂട്ടിയാണല്ലോ എല്ലാ പ്രവർത്തനങ്ങളും. എല്ലാത്തിൻ്റെ പിന്നിലും രാസപ്രവർത്തനങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയാണ് ദക്ഷ പ്രജാപതി എന്നെല്ലാം പറയുന്ന പ്രജാപതിമാർ. ആ പ്രജാപതിമാർക്കും നമ്മളെ കാര്യത്തിലൊന്നുമില്ല. നമ്മളെ വിട്ട് ഈ ലോകമായിട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ശക്തിവിശേഷമാണ് പ്രജാപതി. ആ പ്രജാപതിയെ നമ്മളെ കളഞ്ഞു. ഇനി നിൻ്റെ കാര്യത്തിൽ നമ്മൾ തടിയുള്ളല്ല, നിൻ്റെ കാര്യം വേറെ. ആ പ്രജാപതിയെയും കടന്നിട്ട് അതിനെയും ആ ലോകവും കടന്ന്
ബ്രഹ്മലോകത്തിലേക്ക് എത്തും, ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക്. ബ്രഹ്മാവാണല്ലോ എല്ലാം സൃഷ്ടിച്ചിട്ട്, അവിടെ ഇരുന്നിട്ടാണല്ലോ എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം കാര്യങ്ങൾ നോക്കുന്നത്. സൃഷ്ടികർത്താവാണല്ലോ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ച കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കുന്നത്. അതിനെയും മറികടക്കും. ഇനി ബ്രഹ്മാവിനും നമ്മളെ കാര്യത്തിൽ ഒരു കാര്യമില്ല. ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിക്കാനും ജോലി തരാനും ഒന്നും പോകുന്നില്ല. അതായത് ജനന മരണങ്ങൾ ഇല്ലാതായി. അതുകൊണ്ട് ബ്രഹ്മാവിനും നമ്മളെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. നീയന് നിൻ്റെ പണിയും നോക്കി പോകുന്നതായി. അങ്ങനെയുള്ള ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആര എന്നൊരു ജലാശയമുണ്ട്. ഇതെല്ലാം നമ്മളെ മനസ്സിലെ സങ്കല്പത്തിൽ. ജലാശയം എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രവാഹം. ജലത്തെ ജ്ഞാനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ജലം എന്ന് പറയുമ്പോൾ വെറും ജലമല്ല, ജ്ഞാനപ്രവാഹമാണ്. ആ ഒരു ജ്ഞാനപ്രവാഹത്തിലേക്ക് നമ്മളെത്തും. അത് കടക്കുമ്പോൾ കാമക്രോധം മുതലായ ബ്രഹ്മപ്രാപ്തിക്കുള്ള സാധനങ്ങളെല്ലാം, തടസ്സമായി നിൽക്കുന്ന സാധനങ്ങളെയെല്ലാം, അതിനെതിരായിട്ട് നിൽക്കുന്ന കാമക്രോധം മുതലായ എല്ലാം നശിപ്പിക്കുന്നു. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള നമ്മളിലുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത് കാമവും ക്രോധവും എല്ലാം. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ഇല്ലാതാകും. പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം ഈ ബ്രഹ്മലോകത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാമക്രോധങ്ങൾ ഉണ്ടാവില്ല. അതാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികൾ. ഏഷ്ഠിക എന്ന ഭാഗം കടന്ന് അതിനെല്ലാം ഓരോ സ്റ്റേജ് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അത് നമ്മളെ നാടികളിലൂടെ പോകുമ്പോൾ ആ ഭാഗങ്ങൾ വേറെ വരും. വിരാജ നദിയിലെത്താം. അതും വേറൊരു സ്റ്റേജാണ്. അതിൻ്റെ ദർശനത്താൽ വാർദ്ധക്യവും അകന്നുപോകും. അതായത് വയസ്സ് കൂടുന്നത് നിൽക്കും. കാരണം നമ്മളെ വയസ്സെല്ലാം കൂട്ടുന്നതിന് ഗ്രഹങ്ങൾക്കെല്ലാം വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. നമ്മളെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ നമ്മളെ വയസ്സ് കൂടില്ല. നമ്മളെ വളർച്ചയിൽ നിൽക്കുകയാണ്. വാർദ്ധക്യം ഉണ്ടാകുന്നത് നമ്മൾ ഓരോ ദിവസം വാർദ്ധക്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും നിൽക്കും. അവിടെ ഇള എന്ന ഇല്യവൃക്ഷം കാണാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇട പിങ്കള എന്നീ രണ്ട് നാഡികളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് ഈ സിഗ്നൽ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നത്. ഇളാ നദി എന്ന് പറയുമ്പോൾ നമ്മൾ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഇളയനെ പറ്റിയിട്ടുള്ളൊരു കഥകളെല്ലാം നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം അതിനെയെല്ലാം മറികടന്നു പോവുകയാണ്. അതിനെല്ലാം നമ്മുടെ ശരീരത്തിൽ, ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. പിന്നെ ദേവന്മാർ താമസിക്കുന്ന നഗരമാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ 33 കോടി വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ലോകമാണ്. അതായത് ഭൗതിക ലോകത്തിൻ്റെ പരിധി. ഭൗതിക ലോകം എത്ര വരെയുണ്ട്? എത്രയോ ദൂരം വരെയുണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ, ഇപ്പം സൂര്യൻ്റെ പരിധിയിൽ കടന്നു കഴിഞ്ഞാൽ, സൂര്യൻ്റെ പരിധിയുടെ അപ്പുറം പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്തു പറ്റുന്നത്? വളർച്ചയെല്ലാം നിൽക്കുന്നത്, അതേപോലെ നിശ്ചലമായി പോകുന്നത്. അപ്പം സൂര്യൻ്റെ പരിധിയിലാണ് എന്തുള്ളത്? ഈ ലോകത്തിലുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട 33 കോടി ഭൗതിക വസ്തുക്കൾ, അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. ആ ദേവതകളെല്ലാം നമ്മളെ അവിടെ കാണുമ്പോൾ അവിടെ പൂന്തോട്ടം, നദികൾ, സരോവരങ്ങൾ, കിണറുകൾ ഇവയെല്ലാം ഉണ്ട്. അതായത് ആ പ്രപഞ്ചം, ഭൗതിക ലോകം എന്ന് പറയുന്ന പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലാണ് എന്തുള്ളത്? പൂന്തോട്ടങ്ങളും നമ്മളെ ആകർഷിക്കുന്ന എല്ലാ സംഗതികളും അവിടെയാണ് ഉള്ളത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നതിന് പലതരം 33 കോടി ദേവതകൾ, വസ്തുക്കൾ കൊണ്ടാണ്. പൂന്തോട്ടങ്ങളും ഇതും കിണറും എല്ലാം ഈ ഭൗതിക ലോകത്തിലാണ്. ആ ഭൗതിക ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യാൻ പോവുകയാണ്? അതെല്ലാം നമ്മൾ ധരിക്കുകയാണ്. നമ്മൾ അതിനെല്ലാം വേണ്ടാതെന്ന് വെച്ച് പോവുകയാണ്. അത് വെച്ചിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിയെല്ലാം നടത്തുന്നത്.
അവിടെ ഒരു പ്രാകൃത എന്ന ധനുസിൻ്റെ ആകൃതിയിലുള്ളൊരു കവാടമുണ്ട്. അതെല്ലാം കഥയിലങ്ങനെ പറയുകയാണ്. അത് നമ്മൾ മാനസികമായിട്ട് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഓരോ അവസ്ഥകളായിട്ട് കാണണം. കുണ്ടലിനിയിലൂടെ ഉയരുമ്പോൾ ഒരു തടാകം കടന്ന് പിന്നെ എല്ലാം ജലം എന്നെല്ലാം പറയുമ്പോൾ ഓരോ ഊർജ സ്രോതസ്സുകളായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു പ്രത്യേകതരം ഊർജ സ്രോതസ്സാണ്. നമ്മൾ ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ഊർജ സ്രോതസ്സുകളേ ഉള്ളൂ. പ്രത്യേക തരത്തിലുള്ള എന്തെല്ലോ വിചാരങ്ങളെല്ലാം വരുന്ന സ്രോതസ്സുകൾ. ആ സ്രോതസ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തെല്ലാം കാമക്രോധങ്ങളെല്ലാം നശിപ്പിച്ചു. പിന്നെ എന്താണ്? നമ്മളെ നല്ല സുഖനിദ്രയിൽ നിൽക്കുമ്പോൾ എന്താണുള്ളത്? എന്തോ ഒരു ശക്തിയുണ്ട്. അതും സ്രോതസ്സ് തന്നെയാണ്, ഊർജ സ്രോതസ്സ്, ഒരു പ്രത്യേകതരം ഊർജ. അതിനാണ് പരമാനന്ദ സ്റ്റേജ് എന്നെല്ലാം പറയുന്നത്. മറ്റേ ഗാഠനിദ്രയിലുള്ളല്ലേ, ഇവിടെ എത്തുമ്പോൾ മേടിക്ക പരമാനന്ദ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ. അത് കടന്നാൽ അപരാജിത എന്ന വിശാലമായ സ്ഥാനം. അപ്പം ഈ ഭൗതിക ലോകം, അവിടെയാണ് ദേവതകളെ കൊണ്ടാണ് ഈ ഭൗതിക ലോകം, 33 വസ്തുക്കളെ കൊണ്ടാണ് ഈ ഭൗതിക ലോകം കടന്ന്. അതിനെയും നമ്മൾ കടന്നു പോവുകയാണ്. ബ്രഹ്മലോകം കടക്കുമ്പോൾ അത് കടന്നു പോവുകയാണ്. പിന്നെ ഇതുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. അപ്പോഴുള്ള നമ്മുടെ പേരാണ് അപരാജിത എന്ന വിശാല ദേശത്ത് നമ്മൾ അപരാജിത. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരാജയമില്ല. നമ്മൾ ആർക്കും കീഴടക്കാൻ പറ്റില്ല. നമ്മൾ സ്വതന്ത്രമായി ഈ ഭൗതിക ലോകത്തുനിന്ന് സംസാര സാഗരം മറികടക്കുകയാണ്. സംസാരമാകുന്ന സാഗരം മറികടക്കുകയാണ്. ഇത് വലിയൊരു വിഷയം. ഭൗതികമായിട്ട് നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായി കുണ്ടലിനിയിലൂടെയും ഉയരുമ്പോഴുള്ള അവസ്ഥകളാണ് ഇവിടെ ചുരുക്കിയിട്ട് പറയുന്നത്. അവിടുത്തെ ദ്വാരപാലകർ, ദിക്പാലകർ ആരെല്ലാമാണ്? മേഘങ്ങളും വായുവും ആകാശരൂപിയായ ഇന്ദ്രനുമെല്ലാമാണ്. ഇന്ദ്രനുമെല്ലാം അവിടെയും അഷ്ടദിക്പാലകരുണ്ടല്ലോ. ആ പ്രപഞ്ചത്തെ പാലിക്കുന്നത് 8 അഷ്ടദിക്പാലകരാണ്. അതിൽ ഇന്ദ്രനും എല്ലാം ഉണ്ട്. ആ ദിക്പാലകരെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം അഷ്ടദിക്പാലകരാണ് നമ്മളെ ഈ പ്രപഞ്ചത്തെ, ആ ദിക്കുകളാണ് നമ്മളെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെ കൺട്രോൾ ചെയ്തു പോകുന്നത്. നമ്മൾ അതിനെ അങ്ങ് വിട്ടുപോവുകയാണ്. ഭൗതിക ലോകം വിട്ടുപോവുകയാണ്. ഭൗതിക ലോകത്തിലല്ലേ ദിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു വീട് വരയ്ക്കുമ്പോഴാണെങ്കിൽ നമ്മൾ നോർത്ത്, സൗത്ത്, തെക്ക് മറ്റേതെല്ലാം പറയുന്നത്. അല്ലാതെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുമാതിരി നമുക്കിതൊന്നും ബാധകമല്ലാത്ത അവസ്ഥയിൽ പിന്നെ ദിക്പാലകർക്കൊന്നും ഒരു കാര്യവും ഇല്ല. വിദ്യുപ്രായണി എന്ന സഭാമണ്ഡലത്തിൻ്റെ നടുവിൽ വിചാരണവേദി, ഒരു സഭാവേദിയുണ്ട്. ബ്രഹ്മാവിൻ്റെ ആ സ്ഥലത്ത് ഒരു സഭാവേദിയുണ്ട്. പ്രാണൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സിംഹാസനം. അപ്പം പ്രപഞ്ചത്തിൽ ബ്രഹ്മാവ് ആ പ്രപഞ്ചത്തിൻ്റെ നടുവിൽ ഒരു വേദിയിൽ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുകയാണ്. അതിലെ പ്രാണൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ പ്രാണനിലൂടെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. നമ്മളെ സൃഷ്ടിക്കണമെങ്കിൽ പ്രാണൻ തന്നിട്ടല്ലേ സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രാണനിലാണ് ആരുള്ളത്? സൃഷ്ടിയുള്ളത്. അപ്പം ആ പ്രാണനെ എല്ലാം മറികടന്നിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇല്ലാതാകുന്നപ്പോഴാണ്, പ്രാണൻ ഇല്ലാതാകുമ്പോഴാണ്, പ്രാണൻ കയറുമ്പോഴാണ് നമ്മളായി മാറുന്നത് ആ സൃഷ്ടി. അപ്പം സൃഷ്ടിയുടെ എഴുപ്പ്, സൃഷ്ടി നടത്തുന്ന ആ ശക്തിവിശേഷം ബ്രഹ്മാവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് ആ പ്രാണനാകുന്ന സിംഹാസനത്തിലാണ്. ആ ലോകത്താണ് ഈ ഭൗതിക ലോകമുള്ളത്. അതിന് അഷ്ടദിക്പാലകരെല്ലാം ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി അവിടെ ഉണ്ടാര്? അദ്ദേഹത്തിൻ്റെ പത്നി പ്രകൃതി. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ പുരുഷനും പ്രകൃതിയും. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതെല്ലാം, ഇതെല്ലാം ഉള്ള പ്രകൃതി.
അത് മനസ്സിനെ ഹരിക്കുന്നതാണ്. പ്രകൃതിയാണ് നമ്മളെ മനസ്സിനെയെല്ലാം ഹരിക്കുന്നതാകിയാൽ അവനെ മാനസി എന്നും പറയപ്പെടുന്നുണ്ട്. ആ പ്രകൃതിയെ മാനസി എന്നും പറയപ്പെടും. ഇതാണ് ഘടന. ഇതിലാണ് നമ്മൾ ആത്മീയതയില്ലാത്ത വ്യക്തികളെല്ലാം ഇതിവിടെ കിടന്നിട്ടാണ് ഇവരുടെ കൺട്രോളിലാണ് പോകുന്നത്. നമ്മളിതെല്ലാം വിട്ടിട്ട് അപ്പുറം കിടക്കണം. അതിൻ്റെ ഛായാമൂർത്തി ചക്ഷുസി, അതിൻ്റെ അലങ്കാരങ്ങൾ തേജോമയമാണ്. ആ പ്രകൃതി ഛായാമൂർത്തി, ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് എന്നാണ് അർത്ഥം. അതാണ് മായയായിട്ട് ചിത്രീകരിക്കുന്നത്. ഒരു മായയിലൂടെ മൂടിക്കൊണ്ടാണ് ഈ പ്രകൃതി അതിൻ്റെ അലങ്കാരങ്ങൾ തേജോമയമാണ്. ഒരു മായയിലൂടെയാണ് ഇതിൽ പെടുന്നവരെല്ലാം വളരെ ഭയങ്കര സുന്ദരമായ ലോകമെല്ലാമായിട്ട് ആകൃഷ്ടരായിട്ട് വീണ് പോകുന്നത്. ഇനി അങ്ങനെയുള്ള ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ 4 വിധത്തിലാണുള്ളത്. ഒന്ന് ജരായുഗം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം. അതായത് മുട്ട വിരിഞ്ഞിട്ടും പ്രസവിച്ചിട്ടും എല്ലാം വളരുന്ന 4 തരം ജീവജാലങ്ങൾ. ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം. അങ്ങനെ 4 തരം ജീവജാലങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചങ്ങനെ വരുന്നത്. അതിൽപ്പെട്ട ഒന്നായിരുന്നു നമ്മളും. എന്നിട്ട് പ്രപഞ്ചത്തിലെ സകല ജഡചേതനാ വസ്തുക്കൾ ബ്രഹ്മാവിൻ്റെ ഉദ്യാനത്തിലെ പുഷ്പങ്ങളാണ്. അപ്പം ഇതാണ് ബ്രഹ്മാവിൻ്റെ ഉദ്യാനം. അതിലെന്തുണ്ട്? ദിക്പാലകരെല്ലാം ഉണ്ട്, നടുവിൽ മണ്ഡപമെല്ലാം ഉണ്ട്. മണ്ഡപത്തിൽ സഭാമണ്ഡലമുണ്ട്, അതിൻ്റെ മണ്ഡപമുണ്ട്. അതിൻ്റെ നടുവിൽ പ്രാണനിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. എന്നിട്ടാണ് ഈ സൃഷ്ടിയെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെയും സൃഷ്ടിച്ചതായിരുന്നു. അവിടെ എന്തുണ്ട്? അപ്സരസ്സുകളുണ്ട്. അപ്സരസ്സുകൾ എന്ന് പറഞ്ഞാൽ പല അദൃശ്യ ബലങ്ങളാണ്. ഗ്രഹങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പലതരം അദൃശ്യ ബലങ്ങളാണ് അപ്സരസ്സുകൾ. അത് മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗ്രഹങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളിൽ പലതരം വിചാരങ്ങൾ ഉണ്ടാക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെ, നാഡികളിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങളാണ് അപ്സരസ്സുകൾ. ആ അപ്സരസ്സുകളിൽ അംബ എന്നും അംബായവി എന്നും 2 പേരുണ്ട്. അംബയിൽ ജനനീഭാവവും ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അംബയിലൂടെയാണ് നടക്കുന്നത്. അംബായവിയിലൂടെ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മളെ ബുദ്ധി, ചിന്ത, ഇത്തരം കാര്യങ്ങളെല്ലാം അംബായവി എന്ന അപ്സരസിലൂടെയും, നമ്മളെ ജീവൻ, ജനനം മുതലായ കാര്യങ്ങളെല്ലാം അംബ എന്ന, ഇതെല്ലാം വികാരങ്ങളാണ്. ബുദ്ധിയെല്ലായിട്ട് വരുമ്പോൾ ബുദ്ധിയിൽ നിന്നാണ് വികാരങ്ങൾ ഓരോന്നും ഉണ്ടാകുന്നത്. അപ്പം അതിൽ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാമായിട്ട് അംബയും, ബുദ്ധിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് അംബായവിയും ആയിട്ട് 2 തരം അപ്സരസ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്വാധീനിക്കുന്ന ശക്തിവിശേഷങ്ങൾ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതാണ്. ബ്രഹ്മജ്ഞാനം നൽകുന്ന അംബയാവി എന്ന നദി അവിടെ ഒഴുകുന്നുണ്ട്. ഇതെല്ലാം നദികളായിട്ട്, അതെല്ലാം ജ്ഞാനപ്രവാഹങ്ങളായിട്ട് ചിത്രീകരിക്കണം. ഇതെല്ലാം നമ്മളെ കുണ്ടലിനിലൂടെ ഉയർന്നു പോകുമ്പോഴും നമുക്കുണ്ടാകുന്ന ഫീലിങ്ങുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതേസമയം പ്രപഞ്ചത്തിൻ്റെ ഘടനയായിട്ട് ബന്ധിപ്പിച്ചിട്ടും കൂടി 2ഉം ചേർത്ത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ജ്ഞാനിയായ പുരുഷൻ അവിടെ എത്തുവാൻ കഴിയുന്നു. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ജ്ഞാനിയായ പുരുഷന് മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഭൗതികമായ എല്ലാം വിട്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ മനസ്സിലെ ജ്ഞാനം,
ബ്രഹ്മത്തോടടുക്കുന്ന ജ്ഞാനം, യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മളെ മനസ്സ് എത്തിച്ചേരും, ബുദ്ധി എത്തിച്ചേരും. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എല്ലാം വിട്ട് 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 അങ്ങെത്തുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഈ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് ഈ പ്രപഞ്ചത്തിലാണല്ലോ, അതിൻ്റെ അതിർത്തിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി അത് കടന്നു പോയാൽ മതി. ഇപ്പം രണ്ട് വഴിയിലൂടെയാണ് പറയുന്നത്. ഒന്ന് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട്, ഒന്ന് നമ്മളെ കുണ്ടലിനിയിലൂടെയായിട്ട് ബന്ധപ്പെട്ട്. വിജര എന്ന നദിയുടെ സമീപത്തു കൂടി, അതെല്ലാം നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ തന്നെ പ്രപഞ്ചഘടനയായിട്ട് ആ പരിധി വിട്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് അതിനെ കാണണം. അവിടെ എത്തുന്നവർക്ക് വാർദ്ധക്യബാധ ഉണ്ടാവില്ല. വാർദ്ധക്യം ഒഴിവാൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മളെ ഗ്രഹങ്ങൾക്കൊന്നും നമ്മളെ പിന്നെ സ്വാധീനിക്കുന്നില്ല. അതോടുകൂടി നമ്മളെ വളർച്ച നിൽക്കും. നമ്മുടെ പ്രായമാകുന്ന പ്രക്രിയകളെല്ലാം അതോടുകൂടി സ്റ്റോപ്പാകും. ശരീരത്തിൻ്റെ ഫങ്ഷൻ നിൽക്കും. ഏത് തരത്തിലാണോ ശരീരമുള്ളത് ആ അവസ്ഥയിലെത്തും. ഒരു കുട്ടിയാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഒരു യുവാവ് ആകുമ്പോഴാണ് വിരക്തി വന്ന് പോകുന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ആ അവസ്ഥയിലാണ്. അവൻ്റെ വളർച്ച അതോടെ നിന്നു. അവൻ്റെ ശരീരമായിട്ടുള്ള ബന്ധം തീർന്നു. പിന്നെ നാഡികളൊന്നും ഗ്രഹങ്ങളൊന്നും അവൻ്റെ ആക്ട് ചെയ്യുന്നില്ല. അതെല്ലാം വിടുമ്പോഴാണ് വിരക്തി വരുന്നത്. അതുകൊണ്ടാണ് ആ ശക്തി വിചാരിച്ചാലും നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഗ്രഹങ്ങളെല്ലാം നമ്മളെക്കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, ദിവസവും പാടുപെടുപ്പിക്കുക, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജോലി വേഗം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പോകാം. അല്ലാതെ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കഴിച്ചാൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് വേഗം തന്നെ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ വേഗത്തിൽ പോകാം. പിന്നെയും പണി വരും. തീർക്കുമ്പോൾ പണി വരും. അതും വേഗം ചെയ്ത് തീർത്തോളൂ. അല്ലാതെ ഇങ്ങോട്ടേക്ക് ബ്രഹ്മസാക്ഷാത്കാരം ആത്മീയതയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് തന്നെ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് പറയാ വലിയൊരു മഹാൻ വരുന്നുണ്ട്, നമ്മളെ കടന്നു പോകുന്ന കക്ഷിയാണ് ഇവൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ബ്രഹ്മത്തിലേക്ക് പോകും. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ കീഴെ കിടക്കുകയാണ്. നമ്മളതും കടന്നങ്ങോട്ട് പോവുകയാണ്. ബ്രഹ്മാവും ശിവനും എല്ലാം പിന്നെ ചിള്ളു കേസുകൾ. നമ്മളതും കടന്നങ്ങ് പോവുകയാണ്. ബ്രഹ്മമാവുകയാണ്. ബ്രഹ്മമാണ് ഈശ്വരൻ. ബ്രഹ്മാവെല്ലാം ദേവതകൾ, നമ്മളെപ്പോലെയുള്ള ദേവതകൾ, വസ്തുക്കൾ, അല്ലെങ്കിൽ ഊർജങ്ങൾ, നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങൾ. അപ്പം ബ്രഹ്മാവതിയും നിർദ്ദേശപ്രകാരം 500 അപ്സരസ്സുകൾ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായിട്ട് പറഞ്ഞു വിടും. അതായത് അത്തരം ഒരു വല്ലാത്ത വിക്ഷോഭങ്ങൾ നമ്മളെ മനസ്സിൽ ആ സമയത്ത് നടക്കും. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എന്തെല്ലോ വികാരം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ല, വിക്ഷോഭങ്ങൾ സംഭവിക്കുക. അതാണ് അപ്സരസ്സുകൾ, നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന ശക്തികൾ. അവർ സ്വീകരിക്കാൻ വരികയാണ്. അവരെ കൈമൽ എന്തെല്ലാം ഉണ്ടെന്ന് വിശേഷ വസ്ത്രങ്ങളും കുങ്കുമം, കേസരം, മഞ്ഞൾ, വിവിധ വസ്ത്രങ്ങൾ, അങ്ങനെ അലങ്കരിക്കാനുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് വന്നിട്ടാണ് നമ്മളെ ബ്രഹ്മസ്വരൂപിയാക്കിയിട്ട് അലങ്കരിക്കും. ഈ ഉടുപ്പിടുകയാണെന്ന് വിചാരിക്കരുത്. ശരീരം നമ്മൾ കളഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മളെ ശരീരത്തിനെല്ലാം നല്ല ഉടുപ്പെല്ലാം നല്ലോണം ഇസ്ത്രി ഇട്ടിട്ടെല്ലാം കൊണ്ട് തന്ന് ഇടിയിപ്പിക്കുന്നതാണ് വിചാരിക്കുക. ശരീരത്തെ കളഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സ് നമ്മളാകുന്ന ആ ഒരു എന്തോ അവസ്ഥയുണ്ടല്ലോ, അതിന് മനസ്സെന്നോ എന്തോ പറഞ്ഞു. ആ അവസ്ഥയിൽ ബ്രഹ്മസ്വരൂപിയായിട്ട് നമ്മളെ അലങ്കരിക്കുകയാണ്. നമ്മളെ ബ്രഹ്മമായിട്ട്, ബ്രഹ്മാവല്ല, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ചീള് കേസ്, എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി. ആ കക്ഷി വന്ന് സ്വീകരിക്കുകയാണ്. അപ്സരസ്സുകളെല്ലാം വിട്ടിട്ട് നമ്മളെ അലങ്കരിച്ചിട്ട് ബ്രഹ്മസ്വരൂപമാക്കുകയാണ്. ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ബ്രഹ്മത്തിൻ്റെ രൂപം എന്താണ്, ഭാവം എന്താണ്. അത് പല രൂപം എടുക്കും. അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതും ആ രൂപത്തിലാക്കി മാറ്റിയെടുക്കും നമ്മളെ.
കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഈ കുട്ടപ്പനായിട്ട് നമ്മൾ ഈ പോകുന്ന ശരീരമെല്ലാം നല്ല പൗഡറെല്ലാം ഇട്ട് തന്ന് നമ്മൾ നല്ല ഡ്രസ്സെല്ലാം ആക്കിയിട്ട് അലങ്കരിക്കുന്നതാണ് നമ്മൾ അജ്ഞാനികൾക്ക് മനസ്സ് തോന്നുക. ഉപനിഷത്ത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ പറയും, നമ്മളിങ്ങനെയല്ല അങ്ങനെയൊക്കെ. അപ്പോൾ കേൾക്കുന്നവർക്ക് വിചാരിക്കും ആ സുഖം അവിടെ എത്തുമ്പോൾ നമ്മളെ നല്ല സുന്ദര കുട്ടപ്പനവരാക്കി വലിയ വിലയുള്ള ഇതെല്ലാം കൊണ്ട് തരുന്നാണ് വിചാരിക്കുന്നത്. ശരീരം കളഞ്ഞു. നമ്മൾ ഏറ്റവും വലിയ സുന്ദരനാരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഏതാണ്? കൃഷ്ണൻ എന്ന് പറയുന്ന സൗന്ദര്യമല്ല. ആ നിർഗുണമായ ഗുണവുമില്ല, രൂപവും ഭാവവുമില്ല, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആ സംഗതി, ഋഷികൾക്ക് പോലും മനസ്സിലാക്കാത്ത ആ രൂപത്തിലേക്ക് നമ്മളെ അലങ്കരിച്ചൊരുക്കിയെടുക്കും. പിന്നെ അദ്ദേഹത്തെ അര എന്ന നദീതീരത്തിലേക്ക് നയിക്കും. എന്നിട്ട് അവിടെ ഒരു നദിയുണ്ട്. ആ നദിയിൽ അദ്ദേഹത്തെ മുക്കും. അതിൽ മുങ്ങിക്കുളിച്ച സങ്കല്പത്തിലൂടെ അതിനെ തരണം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ശരീരമല്ല മുങ്ങുന്നത്. അവിടെ എത്തുമ്പോഴേക്ക് എന്തായി മാറി? ബ്രഹ്മമായി മാറി. എന്തോ ഒരു രൂപമുള്ള സംഗതിയായി. ആ സമുദ്രത്തിൽ മുങ്ങുമ്പോൾ എന്തു പറ്റുന്നു? സങ്കല്പത്തിലൂടെയാണ് മുങ്ങുന്നത്. ആ മനസ്സപ്പോൾ ഏതോ ഒരു സരോവരത്തിൽ മുങ്ങിയതായി തോന്നിയിട്ട് പിന്നെ അതിൽ നിന്ന് മറികടക്കുകയാണ്. ആ ബ്രഹ്മമായി മാറുകയാണ്. എല്ലാ വേഷമെല്ലാം ബ്രഹ്മമായി ഏതോ ഒരു സാഗരത്തിൽ, അതായത് ഒരു വലിയൊരു എന്തോ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ മുങ്ങി നിവർന്ന സങ്കല്പത്തിലൂടെ മുങ്ങി നിവരുമ്പോൾ പിന്നെ യേഷ്ടിഹായുടെ സമീപമെത്തും. ദേവന്മാർ അവൻ്റെ ബ്രഹ്മതേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോകും. അപ്പോഴേക്ക് അവൻ്റെ ബ്രഹ്മതേജസ് കണ്ടിട്ട് ദേവന്മാർ മുഴുവൻ ഓടിപ്പോകും. ദേവന്മാരിൽ പെടുന്ന തന്നെയാണല്ലോ ആര്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരല്ല. അവരെല്ലാം നമ്മൾ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പേടിച്ചിട്ട് ആ ബ്രഹ്മത്തിൻ്റെ തേജസ് കണ്ടിട്ട് ഇട്ടെറിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ ഓട്ടാണ് നമ്മൾ ആ തേജസ് എത്തുമ്പോഴേക്ക്. ഇത് ബ്രഹ്മസാക്ഷാത്കാരം, യഥാർത്ഥ ഈശ്വരൻ. നമ്മളതായി മാറുകയാണ്, ബ്രഹ്മമായി മാറുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാം പിന്നെ അതിൻ്റെ അടുത്തേ വരില്ല, അപ്പുറം എൻ്റെ അടുത്ത്. അത് അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഈശ്വരൻ. ജ്ഞാനി വിരാജ നദിയുടെ തീരത്ത് തൻ്റെ പാപപുണ്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അവന് പാപവുമില്ല പുണ്യവുമില്ല. മനസങ്കല്പത്താൽ അക്കരെ കടക്കുന്നു. മനസങ്കല്പത്താൽ അക്കരെ കടക്കുന്നു, അല്ലാതെ ശരീരം കൊണ്ടല്ല. ശരീരമെല്ലാം പണ്ടേ ഉപേക്ഷിച്ചിട്ടാണ് ഇവ പോയിരിക്കുന്നത്. ശരീരമെല്ലാം ഉപേക്ഷിക്കുന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതോ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗാഠനിദ്രയിൽ നമ്മളെന്താണ് അവസ്ഥ, നമ്മളെങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ സങ്കല്പത്തിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ശുദ്ധമായ ബ്രഹ്മമായിട്ട് മാറുന്നത്. ഇങ്ങനെയല്ലേ ഋഷികൾക്ക് വ്യാഖ്യാനിച്ചു തരാൻ പറ്റുകയുള്ളൂ. കാരണം ആ ബ്രഹ്മത്തിന് രൂപവും ഭാവമൊന്നുമില്ല. അതുകൊണ്ട് അവരവർക്ക് കഴിയുന്ന തരത്തിൽ ഇങ്ങനെ രണ്ട് തരത്തിലെല്ലാം വ്യാഖ്യാനിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൽ കൂടുതലൊന്നും അതെല്ലാം നമ്മളെ ഭാവനയിലൂടെ സങ്കല്പത്തിലൂടെ കണ്ടുകൊടുക്കുക, അത്രയേ പറയാൻ പറ്റുള്ളൂ. കാരണം എവിടത്തേക്കാണ് എത്തുന്നതെന്ന് പറയുന്ന ആ ഡെസ്റ്റിനേഷൻ, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ആ ഈശ്വരൻ, നമ്മൾ ഈശ്വരനായി മാറുകയാണ്. അതിന് രൂപവും ഭാവമൊന്നും ഇല്ലാത്ത സംഗതി എങ്ങനെയാണ് നമ്മളതായി തീരുമ്പോൾ നമ്മൾ ഇന്നതായി എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റും? ഇങ്ങനെയല്ല അങ്ങ് പറഞ്ഞു ഒപ്പിക്കാനേ പറ്റുകയുള്ളൂ.